ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിഫ ഹാലക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, നമ്മളിതേ പറഞ്ഞു നമ്മുടെ എക്സാം ഇങ്ങെത്തി അല്ലേ. ഇപ്പൊ അങ്ങോട്ട് 10th കാലെടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഇതേ എക്സാമും പാഞ്ഞിങ് വന്നു അല്ലെ, ഓടിച്ചാടി വന്നു. യെസ്, അപ്പൊ ദേ നമ്മൾ ഇതുവരെ കുറച്ചൊരു എന്താ പറയാ വലിയൊരു ശ്രദ്ധയൊന്നും കൊടുക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സാം ഇങ്ങോട്ട് അടുത്തപ്പോഴേക്ക് എല്ലാവരും നല്ല പഠനമായി, നല്ല ടെൻഷനായി അല്ലെ, നല്ല വെറീഡായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഈ ടെൻഷനും വെറീഡൊക്കെ നമുക്ക് മാറ്റാം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കണ്ടന്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. യെസ്, ഈ കണ്ടന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും അറബിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. യെസ്, അപ്പൊ ദേ നമ്മുടെ ലൈവ് ശരിക്കും വരുന്നത് ട്യൂസ്ഡേ നൈറ്റിൽ 7:30 വരുന്നത്. സോ എല്ലാ കുഞ്ഞുങ്ങളും അത് കാണാം. യെസ്, ഇപ്പൊ നമ്മളിതേ ഒരു കുഞ്ഞു സബ്ജക്ട് ഡിസ്കഷൻ ചെയ്യാൻ പോവാണ്. നമ്മൾ അറബിക്ക് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളതും കൂടെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ലൈവ് വീഡിയോയിൽ നിങ്ങൾ കാണാൻ മറക്കരുത്. നമ്മൾ കണ്ടന്റ് ഒരുപാട് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഗ്രാമർ ഏരിയകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. സോ എല്ലാവരും ആ ലൈവ് വീഡിയോയിലേക്ക് മാം ക്ഷണിക്കുകയാണ്. കറക്റ്റ് സമയം ഞാൻ പറഞ്ഞുതരാം, 7:30 PM. ഓക്കെ, മറക്കരുത്, ട്യൂസ്ഡേ ആണ്. ശരി, അപ്പൊ നമ്മൾ വേഗം ഈ ഒരു കണ്ടന്റിലേക്ക് പോവാണ്. കുഞ്ഞൊരു കണ്ടന്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൈവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ട്യൂസ്ഡേയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ലൈവ് എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് ക്യാച്ച് ആവുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. യെസ്, അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് നമുക്ക് ഉർഫത്തുൽ ആറാഖ് അല്ലെ. നമുക്ക് 10th പഠിക്കാനുള്ള ഒരു അറബിക്കിലുള്ള ഒരു ചാപ്റ്റർ ആണ് ഉർഫത്തുൽ ആറാഖ് അല്ലെ. യെസ്, അതായത് ചർച്ച, ഡിസ്കഷൻ റൂം അല്ലെ. ഡിസ്കഷൻ റൂം എന്നാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. അപ്പൊ ഇതില് ഉറപ്പായിട്ടും എക്സാമിന് 100% ചോദിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഇതേ മാം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. വാട്ട് ഇസ് ദാറ്റ്? അതെന്താ കുഞ്ഞുങ്ങളെ, എന്താ അത്? യെസ്, വളരെ ഈസി ആണ്, വളരെ സിമ്പിൾ ആണ്. മുഖദ്ദിമ തയ്യാറാക്കാനാണ് അല്ലെ, മുഖദ്ദിമ. യെസ്, നമുക്കറിയാം നമ്മളിപ്പോ ഈ ഒരു എന്താ പറയാ ന്യൂജൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും എല്ലാവരും വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ. അതല്ലെങ്കിൽ ചാനലുകളിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകൾ എന്താ പറയാ യൂട്യൂബേഴ്സ്, വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വ്ളോഗേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ആദ്യം പറയാം? യെസ്, ഇപ്പൊ മാം പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെ അവർ സ്റ്റാർട്ട് ചെയ്യുക. യെസ്, അതേപോലെ ഈ ഒരു ചാനൽ ചർച്ച അല്ലെ, ഡിസ്കഷൻ റൂമിലേക്ക് ഒരു റിപ്പോർട്ടർ ക്ഷണിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മളിവിടെ അറബിയിൽ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം വളരെ ഈസിയാണ്, മലയാളത്തിലൊക്കെ ചടപടാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ അറബിയിലാവുമ്പം കുറച്ചൊന്ന് ഇതിനെന്താ പറയാ, ഈ വേർഡിന് എന്താ പറയാ, എങ്ങനെയാ ഇപ്പൊ വെൽക്കം ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ഒക്കെ വരും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന ഒരു ഏരിയ ആണ് എന്ത്, മുഖദ്ദിമ തയ്യാറാക്കാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ മാം ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നിങ്ങൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ക്വസ്റ്റ്യൻ വായിക്കാതെ ആൻസറിലേക്ക് കിടക്കുക അല്ലെ. എന്നിട്ട് പറയും ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. ആൻസർ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയൂ, പക്ഷെ ക്വസ്റ്റ്യൻ എന്താന്ന് അറിഞ്ഞാലല്ലേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് വായിക്കണം, എന്നിട്ട് മാത്രമേ ആൻസറിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്, അപ്പൊ നോക്കൂ നിങ്ങളെ, യുനല്ലിമു നാദി അൽ ബിഅതി ഫി മദ്രസതിക മുനാഖശതൻ ഹൗല തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത് അല്ലേ. യെസ്, എന്താ പറഞ്ഞിട്ടുള്ളത്? മുഖദ്ദിമുൽ ബർനാമിജ് സ്വദീഖുക നുസാഇദുഹു അലാ ഇഅദാദിൽ മുഖദ്ദിമ. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നാദി അൽ ബിഅ, അതായത് പിന്നെ പരിസ്ഥിതി ക്ലബ്ബ് അല്ലെ, എൻവയോൺമെന്റൽ ക്ലബ്ബ്. നിങ്ങളുടെ സ്കൂളിലുള്ള ആ ഒരു ക്ലബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുനാഖശ നടത്തുന്നുണ്ട്, ഒരു ചർച്ച. എന്തിനെ കുറിച്ചാണ്? ഹൗല തഅസീറാത്തി ഇസാലത്തിൽ ഗാബാത്ത്, എന്താണ്? വനനശീകരണത്തെ കുറിച്ച് അല്ലെ. വനനശീകരണത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച്, ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചർച്ച നടത്തുന്നുണ്ട്. സോ ആ ചർച്ചയിൽ നമ്മളുടെ ഒരു ഫ്രണ്ടാണ് ആങ്കർ ആയിട്ട് വരുന്നത്. യെസ്, ആങ്കർ ആവുമ്പം ആ ചർച്ച ഉടനീളം എന്ത് ചെയ്യണം? ഡീൽ ചെയ്യണം അല്ലെ. അപ്പം ആ ആങ്കറിന് നമ്മളൊരു മുഖദ്ദിമ തയ്യാറാക്കി കൊടുക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കി കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുമ്പം അത് നമ്മൾ ജസ്റ്റ് പറയാൻ ഈസി ആയിരിക്കും, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതൊന്ന് ഈസി ആക്കി തരാം. അപ്പൊ ഫസ്റ്റ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതുപോലെ അൽ മുഷാരിക്കൂൻ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മുഷാരിക്കൂൻ? പങ്കെടുക്കുന്ന ആൾക്കാർ അല്ലെ. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ചെയ്യുന്ന ആൾക്കാർ.
അപ്പൊ അതാരൊക്കെയാണെന്നുള്ളത് 1, 2, 3 എന്നുള്ള ഓർഡറിൽ എഴുതി കൊടുക്കാം. ഓക്കെ, അൽ മുഷാരിക്കൂൻ എന്ന് എഴുതാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അൽ മുഷാരിക്കൂൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ 1, 2, 3 എന്ന് കൊടുത്തിട്ട് ഓരോരുത്തരായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. നാഷിദുൻ ബിഇയുൻ, മുദർരിസത്തുൽ ഉലൂം, ബാഹിസുൻ ഫി അഖ്താരി ഇസാലത്തിൽ ഗാബാത്ത് അല്ലെ. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാല് നാഷിത്തുൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അതായത് നമ്മുടെ ആക്ടിവിറ്റിസ്റ്റ് അല്ലെ, അതായത് പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന ഒരു എന്താ പറയുക ആക്ടിവിസ്റ്റ്. അപ്പൊ ആക്ടിവിസ്റ്റും പിന്നെ മുദർരിസത്തുൽ ഉലൂം അതായത് സയൻസ് അധ്യാപിക ഉണ്ട്. അതേപോലെ ബാഹിസുൻ ഫി അഖ്താരിൽ ഇസാലത്തിൽ ഗാബാത്ത് അതായത് വനനശീകരണത്തിന്റെ അപകടങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു റിസർച്ചറും അതിലുണ്ട്. അപ്പൊ ഇത്രയും 3 ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മുഷാരിക്കൂൻ എന്ന് എഴുതിയിട്ട് ഒരു പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു മുഷാരിക്കൂൻ ആരൊക്കെയാണെന്നുള്ളത് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മുഷാരിക്കൂന്റെ പേര് അവിടെ എന്ത് ചെയ്യുക, ഈ മുഷാരിക്കൂൻ ആരൊക്കെയാണെന്നുള്ളത് അവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. അതിനുശേഷം ഇവിടെ എന്താ വന്നിട്ടുള്ളത്, നമ്മൾ വെൽക്കം ചെയ്യണമല്ലോ. അസ്ദിഖാഇ അൽ അഇസ്സ അല്ലെ, അസ്ദിഖാഇ അൽ അഇസ്സ. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്താണ് പറയാം, അയ്യുഹൽ മുഷാഹിദൂൻ അല്ലെ, എന്റെ പ്രിയപ്പെട്ട കാണികളെ, അങ്ങനെയൊക്കെ പറയാം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അസ്ദിഖാഇ അൽ അഇസ്സ, അസ്ദിഖാഇ അൽ അഇസ്സ. അഹ്ലൻ ബിക്കും, അഹ്ലൻ ബിക്കും, യെസ് വെൽക്കം, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങോട്ടാണ് അവരെ സ്വാഗതം ചെയ്യുന്നത്? യെസ്, എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രോഗ്രാം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രണ്ടിൽ തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നുള്ളത്. അപ്പൊ അതിനുശേഷം എന്താണ് നമ്മൾ എഴുതേണ്ടത്, ഈ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെയാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അസ്ദിഖാഇ അൽ അഇസ്സ അഹ്ലൻ ബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് സ്വാഗതം. എങ്ങോട്ടാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്? യെസ്, വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. നമ്മളിപ്പോ ഈ ഒരു പാഠഭാഗത്ത് പറഞ്ഞത് എന്താണ്? യെസ്, എന്താണ് നമ്മുടെ അഖ്താറുൽ ഇസ്തിഹ്ലാഖിൽ ഗാബാത്ത് അല്ലെ, അതായത് വനനശീകരണത്തിന്റെ അപകടങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറയാ, അഹ്ലൻ ബിക്കും ഇലാ ഹാദൽ ബർനാമിജ്, അഹ്ലൻ ബിക്കും ഇലാ ഹാദൽ ബർനാമിജ്, മൗളൂഉ ഹാദൽ ബർനാമിജി എന്താണ് എന്താണ് യെസ് 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 യെസ്, വെരി ഈസിയാണ്. അത് നേരെ ഈ ഒരു എന്താ പറയാ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. തഅസീറാത്തു ഇസാലത്തിൽ ഗാബാത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. മാം എഴുതി കാണിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അഹ്ലൻ ബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലാ ഹാദിഹിൽ ബർനാമിജ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഇലാ ഹാദൽ ബർനാമിജ്, ഈ ബർനാമിജിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ദെൻ ഇവിടെ ജസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് എടുക്കുക. ദെൻ മൗളൂഉ ഹാദൽ ബർനാമിജ്, ഈ ബർനാമിജിന്റെ എന്താണ് വിഷയം എന്ന് പറയുന്നത് എന്താണ് യെസ്, ഈ ഒരു വിഷയത്തിന്റെ പേരിതാ, ഇതിങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുക്കുക ഇവിടെ. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സെന്റൻസ് എങ്ങനെ പറയും, ഇനി നമ്മളെ കൂടെ ഇന്ന അതിഥികളുണ്ട് എന്ന് നമുക്ക് പറയണ്ടേ? അങ്ങനെ പറഞ്ഞാലല്ലേ ആ അതിഥികളെ ഒന്ന് റെസ്പെക്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നമ്മളെ കൂടെ എന്നുള്ള വാക്ക് എന്താണ്? മഅന അല്ലെ. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു. മഅന, നമ്മളെ കൂടെ, മഅന നമ്മുടെ കൂടെയുണ്ട്. ആരാ? അതിഥികൾക്ക് നമ്മൾ പഠിച്ച വേർഡ് എന്താണ്? ലുയൂഫ് അല്ലെ, ലുയൂഫ്. നമ്മുടെ കൂടെ ആരുണ്ട്? ലുയൂഫുൻ. ആരുണ്ട്? ലുയൂഫ് ഉണ്ട്, അതിഥികളുണ്ട്. പിന്നെന്താണ്? ലുയൂഫുൽ കിറാം. അവനൊന്ന് റെസ്പെക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. മഅന ലുയൂഫുൽ കിറാം, നമ്മളെ കൂടെ ആരുണ്ട്? അതിഥികളുണ്ട്. എന്നിട്ട് ആ അതിഥികളുടെ പേരെന്ത് ചെയ്യാം? 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, അതിഥികളെ പേരവിടെ എന്ത് ചെയ്യാ, നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം ഈ അതിഥികളെയൊക്കെ നമ്മൾ വെൽക്കം ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? യെസ്, അഹ്ലൻ വമർഹബൻ ബിളുയൂഫിൽ കിറാം ഇലാ ഗുർഫത്തിൽ ആറാ. വളരെ സിമ്പിൾ ആണ് അല്ലെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വേർഡ് ആണത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം എഴുതി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇത് അഹ്ലൻ വമർഹബൻ മാം എഴുതുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ യെസ്, അഹ്ലൻ വമർഹബൻ ബിളുയൂഫിൽ കിറാം. ആരെ വിളിക്കുന്നത്? നമ്മളെ ളുയൂഫിൽ കിറാമിനാണ് വിളിക്കുന്നത് അല്ലെ. ളുയൂഫിൽ കിറാം എങ്ങോട്ടാ വിളിക്കുന്നത്? യെസ്, ഇലാ ഗുർഫത്തിൽ ആറാ അല്ലെ.
അപ്പൊ ആ ഒരു എന്താ പറയാ, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഇലാ ഉർഫത്തിൽ ആറ. അപ്പൊ വളരെ ഈസിയാണ്. ഇത് നമ്മൾ എഴുതി കൊടുത്താൽ ഇതിന്റെ ഒരു പകുതി സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, പകുതി അല്ല, ഒരു 3/4 സെക്ഷൻ കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്ത് എഴുതി കൊടുക്കുന്നു? അൽ മുഷാരിക്കൂൻ എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഷാരിക്കിൻ ആരൊക്കെയാ പങ്കെടുക്കണം എന്നുണ്ടാവും. അതല്ല ആരും ഇല്ല എങ്കിൽ എന്താണോ സബ്ജക്റ്റ് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 മുഷാരിക്കങ്ങൾ, അതായത് 3 ആളുകളെ പങ്കെടുക്കുന്ന 3 ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പിന്നെ ഇപ്പോ എന്താ പറയാ, ആ ഒരു അധ്യാപകനെ മുദരിസത്തു ആരാണ്, ആ വിഷയം ഇപ്പൊ കിറാത്ത് ആണെങ്കിൽ, ഇപ്പൊ യോമുൽ ആലമിൽ കിറാത്ത് ആ വായനാ ദിനം ആയും ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മലയാളത്തിന്റെ അധ്യാപകൻ അവിടെ കൊണ്ടുവരും അല്ലെ. അപ്പൊ അൽ മുദരിസത്തുൽ മലയാളം അല്ലെ, പിന്നെ അൽ മുദരിസത്തുൽ ലഗത്തുൽ മലയാളം, പിന്നെ അതിനിടയിൽ ബാഹിസ് ഒരു റിസർച്ചറെ കൊണ്ടുവരിക. അങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അഥവാ ഇല്ലെങ്കിൽ എന്താ പറയാ, എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഷാരിക്കങ്ങളെ കൊടുക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആരൊക്കെയാണ് പങ്കെടുക്കുന്ന ആൾക്കാർ എന്നുള്ളത് കറക്റ്റ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നോക്കിയിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അതിനാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ആ ഒരു 3 പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ പാർട്ടിസിപ്പൻസിന് അവിടെ എടുത്ത് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് എഴുതി? അസ്തിഖാഇ അൽ അഇസ അല്ലെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പൊ ഇതിപ്പോ നമ്മള് അസ്തിഖാഇ അൽ അഇസ എന്ന് പറയുന്നത് സ്കൂളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ്. ചാനൽ ചർച്ചയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? അയ്യുഹൽ മുഷാഹിദൂൻ, എന്റെ പ്രിയപ്പെട്ട കാണികളെ, അങ്ങനെയാണ് നമ്മൾ എഴുതുക, അഭിസംബോധന ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ അസ്തിഖാഇ അൽ അഇസ എന്ന് പറഞ്ഞത് സ്കൂളിൽ നടക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ടാണ്. അപ്പം അസ്തിഖാഇ അൽ അഇസ അഹ്ലൻ ബിക്കും ഇലാ ഹാദൽ ബർനാമിജ് എന്ന് പറഞ്ഞിട്ട് ആ ബർനാമിജിന്റെ മൗലു എന്താണോ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ അവിടെ എടുത്ത്, ആ ഒരു മൗലു അവിടെ എടുത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? മഅന, നമ്മുടെ കൂടെയുള്ളത് ആരാണ്? യെസ്, ഉയൂഫുൽ കിറാം, ഇന്ന അതിഥികളാണ് എന്ന് പറഞ്ഞിട്ട് ആ അതിഥികളെ പേരും എടുത്തെടുത്ത് എഴുതാം. ഓക്കെ, ഇനി അഥവാ അതിഥികൾ ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിഥികൾ ആരൊക്കെയാണെന്നുള്ള പേരും ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒക്കെ പേര് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? മഅന അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിഥികളെ നമ്മൾ ക്ഷണിക്കുകയാണ്. അഹ്ലൻ വ മർഹബൻ ബിക്കും പിന്നെ അൽ യൂഫുൽ കിറാം ഇലാ ഉർഫത്തിൽ ആറ. ഓക്കെ, ആ എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യണമല്ലോ ഈ ഒരു പ്രോഗ്രാം, നമ്മളാണല്ലോ ആങ്കർ. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവിടെ എഴുതണം നബ്ദഉ. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, പേജ് നമ്പർ 20 നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ പേജ് നമ്പർ 20 താഴെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, നബ്ദഉ, നമുക്ക് ആദ്യമായിട്ട് അവലൻ നബ്ദഉ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരുമായിട്ട്? ബിദ്ദത്തൂർ ഡേഷ്. ആരാണോ അവിടെ ഫസ്റ്റ് ആയിട്ട് അതിഥി വന്നത്, ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടർ ഇന്ന ആള്, അല്ലെങ്കിൽ ബാഹിസ് എന്ന് പറഞ്ഞിട്ട് ആ ബാഹിസ് ഇന്ന ആള്, അയാളെ പേര് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. സോ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മുഖദ്ദിമ ഉണ്ടാക്കുക. ഏതൊരു സബ്ജക്റ്റ് കിട്ടിയാലും നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയാൽ 100% നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്. സോ എല്ലാവരും കാണാൻ മറക്കരുത്. യെസ്, ഇതുകൊണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും തൊക്കസ് അല്ലെ. തൊക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ആണ്. ഒരുപാട് ക്ലൈമറ്റുകൾ അല്ലെ, തണുപ്പ്, ചൂട്, വെയിൽ, ഇതുപോലെയുള്ള ഒരുപാട് ക്ലൈമറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കഷൻ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ കൂടെ ഡിസ്കഷൻ ചെയ്യും. സോ എല്ലാവരും ട്യൂസ്ഡേ 7:30 PM നമ്മുടെ ലൈവില് എല്ലാവരും സെറ്റ് ആയിട്ട് വരിക. ഇൻഷാല്ലാ നമ്മളെ എക്സാം നമുക്ക് അടിച്ചു പൊളിച്ച് തകർത്ത് എഴുതാം. ഓക്കെ, അപ്പൊ ശരി മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.